വിഖ്യാത ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹി ഈ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാംഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്നായിരുന്നു. ഇറാൻ പോലെ ശക്തമായ ഭരണകൂട സെൻസറിംഗ് നിലനിൽക്കുന്ന ഒരു രാജ്യത്തു നിന്നും അബ്ബാസ് കിയാറോസ്തമിക്ക് ശേഷം പാംഡിയോർ സ്വന്തമാക്കുന്ന രണ്ടാമത്തെ സംവിധായകൻ. ഹെൻറി ജോർജസ് ക്ലൗസോട്ടിനും മൈക്കലാഞ്ചലോ അന്റോണിയോണിക്കും റോബർട്ട് ആൾട്ട്മാനും ശേഷം പാംഡിയോർ, ഗോൾഡൻ ബെയർ, ഗോൾഡൻ ലയൺ എന്നീ 3 പുരസ്കാരങ്ങൾ നേടുന്ന വ്യക്തി. വിശേഷണങ്ങൾ ഏറെയുണ്ട് ഇറാനിയൻ സംവിധായകൻ ജാഫർ പനാഹിക്ക്. ഇറാനിയൻ ഭരണകൂടത്തിന് കീഴിലെ തൻ്റെ തടവ് ജീവിതത്തിൽ നിന്നുള്ള സംഭവവികാസങ്ങൾ ഉൾക്കൊള്ളിച്ച് തയ്യാറാക്കിയ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന സിനിമയ്ക്കാണ് പനാഹിക്ക് പാംഡിയോർ ലഭിച്ചിരിക്കുന്നത്. ഇറാനിലെ സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് താൻ നിർമ്മിക്കുന്ന മാനുഷികവും ഹൃദയസ്പർശിയുമായ സിനിമകളെ സോഷ്യൽ ഫിലിംസ് എന്നാണ് പനാഹി വിശേഷിപ്പിക്കുന്നത്. എന്നാൽ പനാഹിയുടെ സിനിമകൾ ഭരണകൂടത്തിനെതിരെയുള്ള പ്രൊപ്പഗണ്ടയാണെന്നും അപകടം പിടിച്ചതും നിന്ദ്യവുമായ കാര്യങ്ങളാണെന്നും ഇറാൻ ഭരണകൂടം വിധിയെഴുതി. മാത്രമല്ല 2 തവണ അദ്ദേഹത്തെ ജയിലിലടച്ചു. സിനിമ ചെയ്യരുതെന്ന് പറഞ്ഞ് 20 വർഷത്തോളം ബാൻ ചെയ്തു. ജയിലിൽ നിരാഹാരം കിടന്നും സ്വന്തം വീട് വിറ്റും പനാഹി ജാമ്യത്തിലിറങ്ങി. 1960 ജൂലൈ 11 ഇറാനിലെ എത്നിക് മൈനോറിറ്റിയായ ഇറാനിയൻ അസർബൈജാനി കുടുംബത്തിലാണ് ജാഫർ പനാഹി ജനിക്കുന്നത്. 10 വയസ്സിൽ തന്നെ 8mm ഫിലിം ക്യാമറ കൈകാര്യം ചെയ്യാൻ പനാഹി പഠിച്ചു. സിനിമകൾ കാണാൻ വേണ്ടി 12-ാം വയസ്സിൽ തന്നെ ക്ലാസ്സിന് ശേഷം ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് പണം കണ്ടെത്തി. 20-ാം വയസ്സിൽ ഇറാനിയൻ സൈന്യത്തിൽ നിർബന്ധിത സൈനിക സേവനത്തിനും പനാഹിക്ക് വിധേയനാകേണ്ടി വന്നു. 80കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പനാഹി ഇറാൻ സൈന്യത്തിന്റെ സിനിമാറ്റോഗ്രാഫറായാണ് പ്രവർത്തിച്ചത്. 1981 കുർദിഷ് വിമതരുടെ പിടിയിലായ അദ്ദേഹത്തിന് 76 ദിവസത്തോളം തടവിൽ കഴിയേണ്ടി വന്നു. പുറത്തു വന്ന ശേഷം തൻ്റെ യുദ്ധാനുഭവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററി പനാഹി നിർമ്മിക്കുകയും അത് ഇറാനിലെ ടെലിവിഷനിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. സൈനിക സേവനത്തിന് ശേഷം ടെഹ്റാനിലെ കോളേജ് ഓഫ് സിനിമ ആൻഡ് ടി വിയിൽ ചേർന്ന് അദ്ദേഹം ഫിലിം മേക്കിംഗ് പഠിച്ചു. 1988 ഗ്രാജുവേഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ഹ്രസ്വ ഡോക്യുമെന്ററികൾ സംവിധാനം ചെയ്ത പനാഹി തൻ്റെ പ്രൊഫസറുടെ ഒപ്പം അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അസർബൈജാൻ മേഖലയിൽ നിലനിന്നിരുന്ന തലയിൽ മുറിവേൽപ്പിക്കുന്ന നിയമവിരുദ്ധ ആചാരവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററിയായ ദ വൂണ്ടഡ് ഹെഡ്സ് ആണ് പനാഹിയുടെ ആദ്യ ഫിലിം. ഷിയ മതത്തിലെ 3ാമത്തെ ഇമാമായ ഇമാം ഹൊസൈനെ അനുസ്മരിച്ചുകൊണ്ട് നടത്തുന്ന ദുഃഖാചരണത്തിൽ വിശ്വാസികൾ കത്തികൊണ്ട് തങ്ങളുടെ തലയ്ക്ക് മാരകമായി മുറിവേൽപ്പിച്ച് രക്തം വരുത്തുന്ന ദൃശ്യങ്ങൾ രഹസ്യമായാണ് പനാഹി ചിത്രീകരിച്ചത്. ഒരുപാട് കാലം ഇറാനിൽ ബാൻ ചെയ്യപ്പെട്ട ചിത്രം കൂടിയാണിത്. 1992 തൻ്റെ ആദ്യ നറേറ്റീവ് ഷോർട്ട് ഫിലിമായ ദ ഫ്രണ്ട് പനാഹി ഒരുക്കുന്നത്. വിഖ്യാത സംവിധായകൻ അബ്ബാസ് കിയാറോസ്തമിയുടെ ദ ബ്രെഡ് ആൻഡ് അലി എന്ന ഹ്രസ്വചിത്രത്തിനുള്ള സമർപ്പണമായാണ് ദ ഫ്രണ്ട് പനാഹി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പനാഹിയുടെ പ്രതിഭയെ വിളിച്ചോതുന്ന ദ ഫൈനൽ എക്സാം എന്ന ഹ്രസ്വചിത്രം കൂടി പുറത്തിറങ്ങി. ഇറാനിലെ സാധാരണക്കാരെ വെച്ച് ചെയ്ത ആ ചിത്രം ഇറാൻ നാഷണൽ TV ഫെസ്റ്റിവലിലെ മികച്ച ചിത്രത്തിനും മികച്ച തിരക്കഥയ്ക്കും മികച്ച ഛായാഗ്രഹണത്തിനും എഡിറ്റിങ്ങിനുമുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. തൊട്ടടുത്ത വർഷം പനാഹിക്ക് അബ്ബാസ് കിയാറോസ്തമിയുടെ ത്രൂ ദ ഒലിവ് ട്രീസ് എന്ന ചിത്രത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചു. പനാഹിയുടെ ആദ്യ ഫീച്ചർ ഫിലിമായ ദ വൈറ്റ് ബലൂൺ പുറത്തിറങ്ങുന്നത് 1995 അബ്ബാസ് കിയാറോസ്തമിയാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയത്. നിരവധി അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിച്ച ചിത്രം ആ വർഷത്തെ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. ആ വർഷത്തെ ഇറാന്റെ ഔദ്യോഗിക ഓസ്കാർ എൻട്രി ആയിരുന്നു ദ വൈറ്റ് ബലൂൺ. എന്നാൽ US ഇറാൻ നയതന്ത്ര ബന്ധങ്ങൾ വഷളായതോടെ ഇറാൻ അക്കാദമിയോട് ചിത്രം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും അക്കാദമി അതിന് തയ്യാറായിരുന്നില്ല. തുടർന്ന് പനാഹിക്ക് അമേരിക്കയിലെ സൺഡാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും അമേരിക്കൻ മാധ്യമങ്ങളോട് ഫോണിൽ സംസാരിക്കാനും ഇറാൻ ഭരണകൂടം വിലക്കേർപ്പെടുത്തി. 1997 പുറത്തിറങ്ങിയ 2ാം ചിത്രം ദ മിറർ ആ വർഷത്തെ ലക്കോർണോ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ലെപ്പേർഡ് പുരസ്കാരം സ്വന്തമാക്കിയിരുന്നു. 2000 പുറത്തിറങ്ങിയ ദ സർക്കിൾ എന്ന ചിത്രമാണ് പനാഹിയെ കൂടുതൽ വിവാദങ്ങളിലേക്ക് എത്തിച്ചത്. ഇറാൻ ഭരണകൂടത്തിന് കീഴിലെ സ്ത്രീകളുടെ ജീവിതാവസ്ഥകൾ ചിത്രീകരിച്ച സിനിമ ചിത്രീകരണ വേളയിലും ശേഷവും വലിയ വെല്ലുവിളികളാണ് നേരിട്ടത്. സിനിമയുടെ ചിത്രീകരണ അനുമതിക്കായി 1 വർഷമാണ് പനാഹിക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ഇറാനിലെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ആൻഡ് ഇസ്ലാമിക് ഗൈഡൻസിന്റെ അനുമതിയില്ലാതെ പനാഹി ഈ സിനിമ വെനീസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കുകയും മേളയിൽ ഗോൾഡൻ ലയൺ അടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾ ചിത്രത്തിന് ഇറാനിൽ പ്രദർശനാനുമതി ലഭിച്ചെങ്കിലും പിന്നീട് നിരോധിക്കപ്പെടുകയുണ്ടായി. 2003 വീണ്ടും അബ്ബാസ് കിയാറോസ്തമി പനാഹി കൂട്ടുകെട്ട് ആവർത്തിച്ചു. കിയാറോസ്തമിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് പനാഹി ക്രിംസൺ ഗോൾഡ് സംവിധാനം ചെയ്യുന്നത്.
സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അനുമതിക്കായി അപേക്ഷിച്ചെങ്കിലും നിരവധി സെൻസർ കട്ടുകളാണ് മന്ത്രാലയം നിർദ്ദേശിച്ചത്. തന്റെ സിനിമയിൽ അത്തരം ബാഹ്യ ഇടപെടലുകൾക്ക് ഇടം കൊടുക്കാത്ത പനാഹി മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെ ചിത്രം കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് അയക്കുകയും അൺസർട്ടൈൻ റിഗാർഡ് വിഭാഗത്തിൽ ജൂറി പുരസ്കാരം സ്വന്തമാക്കുകയും ചെയ്തു. ക്രിംസൺ ഗോൾഡും ഇറാനിൽ നിരോധിച്ച സിനിമയാണ്. ഇറാനും ബഹ്റൈനും തമ്മിലുള്ള ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം കാണാൻ ഇറാനിയൻ യുവതികൾ സ്റ്റേഡിയത്തിലേക്ക് ആൺകുട്ടികളുടെ വേഷത്തിലെത്തുന്നതും തുടർന്നുണ്ടാവുന്ന സംഭവവികാസങ്ങളും പ്രമേയമാക്കി പനാഹി സംവിധാനം ചെയ്ത ഓഫ്സൈഡ് എന്ന ചിത്രവും മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകൾ നേടിയ ചിത്രമായിരുന്നു. യഥാർത്ഥ മത്സരത്തിലെ ചില രംഗങ്ങളും സിനിമയ്ക്ക് വേണ്ടി പനാഹി ചിത്രീകരിച്ചിരുന്നു. ഇറാനിലെ ഭരണകൂടത്തെ വിരള പിടിപ്പിക്കുമെന്ന് പനാഹിക്ക് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സിനിമയുടെ തിരക്കഥ എന്ന പേരിൽ ചില മാറ്റങ്ങൾ വരുത്തിയ സ്ക്രിപ്റ്റായിരുന്നു പനാഹി മന്ത്രാലയത്തിന് മുന്നിൽ സമർപ്പിച്ചിരുന്നത്. എന്നാൽ പനാഹിയുടെ മുൻകാല ചിത്രങ്ങൾ റീ എഡിറ്റ് ചെയ്യാത്തിടത്തോളം കാലം ഈ സിനിമയുടെ ചിത്രീകരണത്തിന് അനുമതി നൽകില്ലെന്നായിരുന്നു ഭരണകൂടത്തിന്റെ നിലപാട്. ചിത്രീകരണത്തിന് കൂടുതൽ ജനശ്രദ്ധ ആകർഷിക്കാതിരിക്കാൻ തന്റെ സഹസംവിധായകനെയാണ് മീഡിയയ്ക്ക് മുന്നിൽ സിനിമയുടെ സംവിധായകനായി പനാഹി അവതരിപ്പിച്ചത്. കൂടാതെ ചെറിയ വീഡിയോ ക്യാമറകൾ ഉപയോഗിച്ചാണ് ചിത്രീകരണം നടത്തിയത്. ആ വർഷത്തെ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രം മേളയിൽ സിൽവർ ബെയർ പുരസ്കാരം സ്വന്തമാക്കി. തന്റെ മുൻ ചിത്രങ്ങൾ എന്ന പോലെ ഓഫ്സൈഡും ഇറാനിൽ ഭരണകൂടം നിരോധിച്ചു. എന്നാൽ നിരോധനത്തിന്റെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ചിത്രത്തിന്റെ കോപ്പികൾ ഇറാനിൽ വിറ്റഴിക്കപ്പെട്ടു. തന്റെ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത് ഓഫ്സൈഡ് ആണെന്ന് പനാഹി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള നോമിനേഷൻ അയക്കുവാനായി കുറച്ച് ദിവസങ്ങളെങ്കിലും ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് നിർമ്മാതാക്കൾ ഇറാൻ ഭരണകൂടത്തോട് അപേക്ഷിച്ചെങ്കിലും അവർ അതിന് തയ്യാറായിരുന്നില്ല. സിനിമ ഇറാനിൽ ലഭ്യമായതിനെ തുടർന്ന് വൈറ്റ് സ്കാർഫ് ഗേൾസ് എന്ന പേരിലുള്ള ഒരു ഫെമിനിസ്റ്റ് സംഘടന ഇറാനിലെ ഫുട്ബോൾ മത്സരങ്ങളിൽ വി ഡോണ്ട് വാണ്ട് ടു ബി ഓഫ്സൈഡ് എന്നെഴുതിയ ബാനറുകൾ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കോടതി വിധികളും വിലക്കുകളും നിലനിൽക്കെ 2011 കേസുമായി ബന്ധപ്പെട്ട തൻ്റെ ദൈനംദിന ജീവിതവും അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും പ്രമേയമാക്കി ദിസ് ഈസ് നോട്ട് എ ഫിലിം എന്ന ഡോക്യുമെൻ്ററി പനാഹി സംവിധാനം ചെയ്തു. ഡിജിറ്റൽ ക്യാമറയും ഐഫോണും ഉപയോഗിച്ച് ചിത്രീകരിച്ച സിനിമ കേക്കിൽ ഒളിപ്പിച്ചു കടത്തിയ ഒരു USB ഡ്രൈവിലാണ് കാൻ ഫിലിം ഫെസ്റ്റിവലിലേക്ക് എത്തിച്ചത്. മേള തുടങ്ങുന്നതിന് കേവലം 10 ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ് ചിത്രം കാനിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസയാണ് ചിത്രത്തിന് കാനിൽ അന്ന് ലഭിച്ചത്. 2013 ക്ലോസ്ഡ് കർട്ടൻ, 2014 ഫ്ലവർ എന്നീ ചിത്രങ്ങൾ, 2015 ഡോക്യുഫിക്ഷൻ ചിത്രമായ ടാക്സിയിലൂടെ ബെർലിൻ ഫിലിം ഫെസ്റ്റിവലിലെ ഗോൾഡൻ ബെയർ പുരസ്കാരം പനാഹിയെ തേടിയെത്തി. 2010 സിനിമ ചെയ്യുന്നതിൽ നിന്നും ഇറാന്റെ പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിൽ നിന്നും 20 വർഷത്തേക്ക് ഇറാനിയൻ ഭരണകൂടം വിലക്കിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ അനന്തരവളായ ഹന്ന സെയ്ദിയാണ് പനാഹിക്ക് വേണ്ടി പുരസ്കാരം അന്ന് ഏറ്റുവാങ്ങിയത്. 2022 നോബേഴ്സിലൂടെ വെനീസ് ഫിലിം ഫെസ്റ്റിവലിൽ സ്പെഷ്യൽ ജൂറി പുരസ്കാരം. ഇതിനിടയിൽ നിരവധി തവണ പനാഹി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2009 ഇറാനിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കലാപങ്ങളെക്കുറിച്ച് ഡോക്യുമെന്ററി നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്താൽ 2010 മാർച്ചിൽ പനാഹിയും കുടുംബവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്തവരിൽ ഭൂരിഭാഗം പേരെയും വിട്ടയച്ചെങ്കിലും പനാഹിയെ ഇറാനിലെ കുപ്രസിദ്ധമായ എവിൻ ജയിലിലേക്കാണ് കൊണ്ടുപോയത്. മെയ് 25-നാണ് $2 ലക്ഷം ജാമ്യത്തിൽ പനാഹി അന്ന് ജയിൽ മോചിതനായത്. ആ വർഷം തന്നെ ഡിസംബറിൽ ഭരണകൂടത്തിനെതിരായ പ്രചാരണവും ദേശീയ സുരക്ഷയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളുടെ ഗൂഢാലോചനയും ആരോപിച്ച് പനാഹി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 6 വർഷത്തെ തടവും 20 വർഷത്തേക്ക് സിനിമ ചെയ്യുന്നതിൽ നിന്നും അഭിമുഖങ്ങൾ നൽകുന്നതിൽ നിന്നും വിലക്കും ഭരണകൂടം ഏർപ്പെടുത്തി. 2010 കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗമായി പനാഹിയെ തിരഞ്ഞെടുത്തെങ്കിലും തടവിലായതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. 2011 പനാഹിയെ വീട്ടുതടങ്കലിലാക്കി. ലോക സിനിമയിലെ പ്രമുഖർ പനാഹിക്ക് വേണ്ടിയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ശബ്ദമുയർത്തി. 2022 മുഹമ്മദ് റാസിലോഫ് എന്ന സംവിധായകന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നപ്പോഴും പനാഹി വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ജയിലിൽ നിരാഹാരം സമരം ചെയ്തത് കൊണ്ട് മാത്രമാണ് പനാഹിക്ക് അന്ന് മോചനം സാധ്യമായത്. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. നമ്മൾ ഏതുതരം വസ്ത്രം ധരിക്കണം, എന്തു ചെയ്യണം, എന്തു ചെയ്യരുതെന്ന് ആരും നമ്മോട് പറയാൻ ധൈര്യപ്പെടരുത്. സിനിമ ഒരു സമൂഹമാണ്. നമ്മൾ എന്ത് ചെയ്യണമെന്നോ ചെയ്യാതിരിക്കണമെന്നോ ആർക്കും പറയാൻ അവകാശമില്ല. കാനിൽ പാംഡിയോർ സ്വീകരിച്ചുകൊണ്ട് പനാഹി പറയുന്നു. ഭരണകൂട ഭീകരതയ്ക്കെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയും ജാഫർ പനാഹി എന്ന ഫിലിം മേക്കർ നിരന്തരം പോരടിക്കുന്നത് കേവലം വ്യക്തിഗതമായ സ്വാതന്ത്ര്യത്തിനോ നേട്ടങ്ങൾക്കോ വേണ്ടിയല്ല. സിനിമയെ സ്നേഹിക്കുന്ന, ഭരണകൂട സെൻസറിങ്ങിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന,
ലോകത്തെ എല്ലാ ജനാധിപത്യവാദികളും പനാഹിയിൽ തങ്ങളെ തന്നെ കാണുന്നുണ്ട്.